ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. മ്യൂസിക്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, അതായത് പാട്ടൊക്കെ കേൾക്കാൻ നല്ല താല്പര്യമുള്ള ആളുകളുടെയൊക്കെ മനസ്സിൽ എന്നും ഇടം പിടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ആപ്പിളിൻ്റെ എയർപോഡ്സ് എന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറയുകയാണെങ്കിൽ ട്രൂലി വയർലെസ് ഇയർബഡ്സ് ആണ് എന്നത് തന്നെയാണ്. ഇപ്പോൾ വയർഡ് ആയിട്ടുള്ള ഇയർഫോൺസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഇതിനുണ്ടാകില്ല. അതുമാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാനും വളരെ എളുപ്പമായിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പെയർഡ് ആവാനും എളുപ്പമായിരിക്കും. നമ്മൾ മറ്റ് ഇയർബഡ്സിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ് ഈ ആപ്പിളിൻ്റെ എയർപോഡ് കണക്റ്റ് ആവാൻ. അതായത് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ നമ്മൾ നമ്മുടെ ഫോണുമായിട്ട് പെയർഡ് ആവും. നമ്മളിങ്ങനെയൊക്കെ പറയുമെങ്കിലും ആപ്പിളിൻ്റെ എയർപോഡ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അതായത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ വില കാരണം ഈ ഒരു എയർപോഡ് വാങ്ങാൻ പറ്റാത്തവർക്കായിട്ട് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് റിയൽമിയുടെ ബഡ്സ് എയർ വന്നിരിക്കുന്നത്. നമ്മുടെ ആപ്പിളിൻ്റെ എയർപോഡ്സിനെ പോലെ തന്നെയാണ് ഈ ഒരു റിയൽമി ബഡ്സ് എയർ എന്ന ട്രൂലി വയർലെസ് ഇയർഫോൺ നിർമ്മിച്ചിട്ടുള്ളത്. റിയൽമി ബഡ്സ് എയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ എയർപോഡ്സിൽ ഉള്ളതുപോലെ തന്നെ ഓപ്പൺ അപ്പ് ഓട്ടോ കണക്ഷൻ എന്ന ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയറിംഗ് സംവിധാനമാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ബഡ്സ് എയറിൻ്റെ കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണുമായിട്ട് പെയർ ആവും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചാർജിങ് സൗകര്യത്തിനായി ടൈപ്പ് സി പോർട്ടാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേബിൾ വഴിയുള്ള ചാർജിങ് കൂടാതെ തന്നെ വയർലെസ് ചാർജിങ്ങും ഇതിൽ പറ്റും. ടച്ച് കൺട്രോൾ സംവിധാനത്തിലൂടെ ഓഡിയോ പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ട്രാക്ക് മാറ്റാനും സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് 5.0 ആണ് കണക്ടിവിറ്റിക്ക് റിയൽമി യൂസ് ചെയ്തിരിക്കുന്നത്. കോളിംഗ് സൗകര്യം കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഡുവൽ മൈക്ക് നോയ്സ് ക്യാൻസലേഷൻ സൗകര്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു മൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് റിസീവ് ചെയ്യാനും രണ്ടാമത്തേത് എക്സ്റ്റേണൽ നോയ്സ് ഇല്ലാതാക്കാനുമാണ്. ഇതിലൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു വോയിസ് റിസീവ് ചെയ്യാൻ ഈ ബഡ്സ് എയറിന് സാധിക്കും. ബഡ്സ് എയറിന്റെ മറ്റൊരു എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയർ ഡിറ്റക്ഷൻ ഓട്ടോ പ്ലേ ആൻഡ് പോസ്റ്റ് ടെക്നോളജിയാണ്. അതായത് നമ്മൾ ഈ ബഡ്സ് എയർ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ ഓട്ടോമാറ്റിക്കായി പ്ലേ ആവുകയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് പോസ് ആവുകയും ചെയ്യും. പെട്ടെന്നൊക്കെ ആരെങ്കിലും നമ്മളെടുത്ത് സംസാരിക്കാൻ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ ഫോൺ എടുത്ത് സോങ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോസ് ചെയ്യേണ്ട ആവശ്യം വരും. എന്നാൽ ഇത് അതിൻ്റെ ആ ഒരു ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. നമുക്ക് ആ ഒരു ബഡ്സ് എയർ ചെവിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് പോസ് ആവും. നമ്മൾ വീണ്ടും ചെവിയിൽ വെക്കുമ്പോൾ തന്നെ അത് പ്ലേ ആവുകയുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ പ്രൈസാണ് നോക്കുന്നത് എങ്കിൽ ആപ്പിളിൻ്റെ എയർപോഡിന് വരുന്നത് 14,990 റുപ്പീസാണ്. എന്നാൽ നമ്മുടെ റിയൽമിയുടെ ബഡ്സ് എയറിന് വരുന്നത് 4,999 റുപ്പീസാണ്. ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ് റിയൽമിയുടെ ഈ ബഡ്സ് എയർ. അതായത് യെല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമ്മളിപ്പം ആപ്പിളിൻ്റെ ഒരു എയർപോഡ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടായി തോന്നുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നതാണ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അതാരും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നല്ലൊരു ടോപ്പിക്കുമായിട്ട്. ബൈ.